നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഭൂമിയിൽ ഇന്ന് ഈ രാത്രിയിൽ ഏറ്റവും കൂടുതൽ ആശ്വാസം കൊള്ളുന്ന റിലാക്സ്ഡായ മനുഷ്യൻ ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും. CR7 എന്ന ഓമന പേരിൽ വിളിക്കപ്പെടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ. കാരണം അത്രമേൽ സമ്മർദ്ദമാണ് ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് അദ്ദേഹം അതിനെ മറികടന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും. ആ നിലയിലുള്ള സമ്മർദ്ദമാണ് CR7 സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റ് ഫുട്ബോൾ വിദഗ്ധരിൽ നിന്നും ഫുട്ബോൾ ലോകത്തു നിന്നും ആരാധകരിൽ നിന്നും നേരിട്ടുകൊണ്ടിരുന്നത്. ആ സമ്മർദ്ദത്തെ ഇന്ന് ഉസ്ബെക്കിസ്ഥാനെതിരെ അദ്ദേഹം മറികടന്നിരിക്കുന്നു. 6-ാമത്തെ മിനിറ്റിലും 39-ാമത്തെ മിനിറ്റിലും ഗോളടിച്ചുകൊണ്ട് കളിച്ച 6 ലോകകപ്പുകളിലും ഗോളടിക്കുന്ന ഏക താരമായി മാറിക്കൊണ്ട് അസാധ്യമായ ഈ പ്രായത്തിൽ ഇരട്ട ഗോൾ നേടിക്കൊണ്ട് 41-ാമത്തെ വയസ്സിൽ ഇരട്ട ഗോൾ നേടിക്കൊണ്ട് അസാധ്യമായ ഇച്ഛാശക്തിയുടെ വലിയ മാതൃകയായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ നിലകൊള്ളുകയാണ്. കാരണം അത്രമേൽ ഒരുപക്ഷെ നമുക്ക് ഭൂമിയിൽ ഇത്രയൊക്കെ സമ്മർദ്ദം ഒരാൾ നേരിടുമോ എന്ന് നമുക്ക് സംശയിച്ചിരിക്കാം. അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഇത്രയും സമ്മർദ്ദം നേരിട്ട ഒരു ഘട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രമേൽ സമ്മർദ്ദമായിരുന്നു. ഒരുപക്ഷെ ടീമിൽ നിന്ന് വരെ ഒഴിവാക്കണമെന്നൊക്കെ ടീമിനകത്തു നിന്ന്, പ്രത്യേകിച്ച് അദ്ദേഹത്തെ ടീമിനകത്തു നിന്ന് തന്നെ വല്ലാതെ ഒറ്റപ്പെടുത്തിയിരുന്നു. ടീം അംഗങ്ങൾ തന്നെ കോൺസിസാവോയൊക്കെ പോലുള്ളവർ ഓപ്പണായിട്ട് തന്നെ തുറന്നു പറഞ്ഞു, ബ്രൂണോയെ പോലുള്ളവർ തുറന്നു പറഞ്ഞു, എല്ലാ പന്തും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കൊടുക്കേണ്ട യാതൊരു ബാധ്യതയും ഞങ്ങൾക്കില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ മനുഷ്യൻ ഇന്ന് അത്യുജ്വലമായ 2 ഗോൾ അടിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് താൻ ഒരു ഇതിഹാസ താരമാകുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തെളിയിക്കാൻ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ലോകകിരീടം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നതൊഴികെ ബാക്കി ഫുട്ബോളിൽ അദ്ദേഹത്തിന് നേടാവുന്ന എല്ലാം നേടിക്കൊണ്ട് ഇരുന്ന ഒരു മനുഷ്യൻ എന്നിട്ടും ഇത്രയും സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ ഗെയിം നൽകുന്ന സമ്മർദ്ദം എത്രയാണ് എന്ന് നമുക്ക് ഊഹിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. അത്രമേൽ സമ്മർദ്ദം നേരിട്ടുകൊണ്ട് ഇരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ അതിനെ മറികടന്നത് അസാമാന്യമായ നിശ്ചയദാർഢ്യം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും മാത്രമാണ്. ഉസ്ബെക്കിസ്ഥാൻ ചെറിയ ടീമാണ്, അതിന് സംശയമൊന്നുമില്ല. പോർച്ചുഗലിനെ വെച്ച് നോക്കുമ്പോൾ ദുർബലരായ ടീമാണ്. എന്നാലും സമയത്ത് ഗോളടിക്കാൻ കഴിയണ്ടേ, കിട്ടിയ പന്ത് ഗോളടിക്കാൻ കഴിയണ്ടേ, അതടിച്ച് അദ്ദേഹം എല്ലാ സമ്മർദ്ദങ്ങൾക്കും മീതെയാണ് താനെന്നും തൻ്റെ ഇതിഹാസ പദവി എല്ലാത്തിനും മീതെയാണെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ തെളിയിച്ചിരിക്കുന്നു. അത്യുജ്വലം. സല്യൂട്ട് എന്നേ പറയാനുള്ളൂ. സല്യൂട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ.